ഹലോ, കുറച്ചൊരു ചിറ്റ് ചാറ്റ് ചെയ്താലോ? എൻ്റെ അടുത്ത് കുറേ ആൾക്കാരൊക്കെ പറയും കേട്ടോ, ഗൾഫിലുള്ളവരൊക്കെ ആദ്യമൊക്കെ ഒരു വർഷം മുന്നേയൊക്കെ അവർക്ക് ആക്ച്വലി ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ ഫ്രണ്ട്സൊക്കെ ചോദിക്കും, ഓ അവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടല്ലേ, അങ്ങനെ ജോലി കിട്ടുമോ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര മരണപ്പണിയല്ലേ എന്നൊക്കെ. പക്ഷേ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇവിടുന്ന് യു കെന്ന് മാറണോ എന്ന് എൻ്റെ അടുത്ത് റിയൽ ആയിട്ട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ മൈ ജെനുവൻ ആൻസർ ഈസ് നോ എന്നാണ്. ബിക്കോസ് ഞാനിവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 6-7 വർഷമായി. ആദ്യത്തെ ഒരു 2-3 വർഷം ഡെഫിനറ്റ്ലി നല്ല കഷ്ടപ്പാടായിരുന്നു. കാരണം 2 വർഷം പഠിത്തത്തിന് ഇവിടെ ജോലി, പിന്നെ നമുക്ക് വരുന്ന കൾച്ചറൽ ഷോക്ക്, ഇവിടെ അഡ്ജസ്റ്റ് ആവുന്നില്ല എന്ന് തോന്നുന്നു, ലാംഗ്വേജ് പ്രോബ്ലം എന്ന് വേണ്ട എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 2-3 വർഷം കഴിയുമ്പം നമുക്ക് ഈ രാജ്യം മനസ്സിലാവാൻ തുടങ്ങും. ഈ രാജ്യത്ത് എങ്ങനെ ജീവിക്കണം എന്നൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ പല പല സ്കിൽസ് വളരാൻ തുടങ്ങും. നമ്മളിങ്ങോട്ട് അഡാപ്റ്റ് ആവും. സോ ആ ഒരു ടൈമിൽ നമ്മൾ ഇവിടെ നല്ല ജോലി കിട്ടും. നല്ല ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ജോലിക്കും അതിൻ്റെതായ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു ഡ്രീം ജോബ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഇവിടെ. പിന്നെ ഭയങ്കര പീസ്ഫുൾ ആണ്. ഞാൻ ഇവിടെ പൊല്യൂഷനൊക്കെ ഇല്ലാന്ന് പറയുമ്പോൾ ആൾക്കാരുടെ കളിയൊക്കെ, ഓ നീ അവിടെ പോയി വലിയ മദാമയായോ എന്നൊക്കെ. പക്ഷെ അല്ല, നമുക്ക് ഇവിടെ പൊല്യൂഷൻ വളരെ കുറവാണ്, ഭയങ്കര അടിപൊളി ഗ്രീനറിയാണ്. പിന്നെ ആളുകളൊക്കെ കുറച്ചുകൂടി ഒരു മയമുണ്ട് ആളുകൾക്ക്. അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി എംപത്തറ്റിക് ആണ് ആളുകൾ. ഓക്കെ, നമ്മൾ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫസ്റ്റ് കമൻറ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഒരുപാട് ഫണ്ണാക്കി സംസാരിക്കില്ലേ, ഓ ഇംഗ്ലീഷുകാർക്കുണ്ടെങ്കിൽ ഹായ് ഹൗ ആർ യു, ഇതെന്താണ്, അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പക്ഷെ അതൊക്കെ അവരുടെ ഒരു വളരെ പ്ലസ് പോയിന്റ് ആണ്. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവരങ്ങനെ സംസാരിക്കുന്നതും. നമ്മളെ ഭയങ്കര അവരിൽ ഒരാളായിട്ട് നമ്മളെ പയ്യെ പയ്യെ കണ്ടു തുടങ്ങും. പക്ഷെ ഡെഫിനറ്റ്ലി ഫുള്ളായിട്ടൊന്നും കണ്ടു തുടങ്ങത്തൊന്നുമില്ല കേട്ടോ. എന്നാലും ഒരു 70-80% ഒക്കെ അവർ നമ്മളെ അവരിൽ ഒരാളായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. പിന്നെ നമുക്ക് ഒരുപാട് ഗുഡ് ക്വാളിറ്റീസ് ഒക്കെ ഇല്ലേ, നമ്മൾ നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മുടെ കൾച്ചറിൽ നിന്നൊക്കെ ബ്രിങ് ചെയ്ത ഷെയറിങ് ദ ഫുഡ്, അല്ലെങ്കിൽ ഒരു ട്രീറ്റ് കൊടുക്കുക, അതൊന്നും ഇവിടെ ഇല്ലാത്തൊരു ക്വാളിറ്റിയാണ്. സോ നമ്മുടെ ക്വാളിറ്റീസ് ഇവിടെ ബ്രിങ് ചെയ്തിട്ട് നമ്മൾ അത് ഷെയർ ചെയ്ത് അത് കാണിച്ചു കൊടുക്കുമ്പോൾ അവരും അങ്ങനെയായി മാറും. അങ്ങനെ ഒരു കൾച്ചറൽ എന്താ പറയുന്നത്, കൾച്ചർ ഷെയറിങ് ഉണ്ട് ഇവിടെ. ആൻഡ് ഇപ്പം നമ്മളിപ്പോൾ രാത്രി ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ നമുക്ക് ആരെയും പേടിക്കണ്ട. പിന്നെ ഇക്വാലിറ്റി ഉണ്ട് ഇവിടെ. ഒരു ആണ് പെണ്ണെന്നുള്ള ഒരു വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഇവിടെ. ഒരു ഭയങ്കരമായ ഇക്വാലിറ്റി ഉണ്ട്. എല്ലാവരും പണിയെടുത്താലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. സോ എല്ലാവരും പണിയെടുക്കും. പണിയെടുത്ത് കഴിയുമ്പോൾ പണം വരും. ക്യാഷ് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ആണിൻ്റെയും പെണ്ണിൻ്റെയും കയ്യിൽ ക്യാഷ് ഉണ്ട്. രണ്ടുപേരും ഒരുമിച്ചാണ് കുടുംബം നയിക്കണമെങ്കിൽ അതിൻ്റെതായൊരു റെസ്പെക്റ്റ് അവിടെ വരും. പിന്നെ ഇവിടുത്തെ ക്യൂവിനെയൊക്കെ കണ്ടിട്ടില്ലേ, ഇവിടുത്തെ ആളുകൾ ഇവിടുത്തെ ക്യൂവിനെയും വിക്ടോറിയ, എലിസബത്ത് മാത്രമല്ല കേട്ടോ, അതിന് മുന്നേക്ക് ഒരുപാട് ക്യൂൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ അവരൊക്കെയാണ് അവരുടെ റോൾ മോഡൽസ് ഒക്കെ. സോ പെണ്ണുങ്ങൾക്ക് അവരുടേതായ ഒരു റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നാട്ടിൽ റെസ്പെക്റ്റ് ഇല്ല എന്നല്ല, നാട്ടിൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പെണ്ണുങ്ങൾ നല്ല രീതിയിൽ. പക്ഷേ റെസ്പെക്റ്റ് ചെയ്യാത്തതായിട്ടുള്ള ആളുകളും ഉണ്ട്. ആ ഒരു കൾച്ചർ അങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു കൾച്ചർ രൂപപ്പെട്ടിരിക്കുന്നത് ക്യൂനും കിങ്ങും ഒക്കെ ഒരു ഇക്വാലിറ്റി എന്നുള്ള രീതിയിലാണ്. ചില ടൈമിൽ പെണ്ണുങ്ങൾക്ക് കുറച്ചുകൂടി പ്രയോറിറ്റി ഉണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി നാട്ടിലാണ് ചിലപ്പോൾ കുറച്ച് ഗേൾസ് പ്രിവിലേജ് കിട്ടും, എസ്പെഷ്യലി ഡ്രൈവ് ചെയ്യുന്ന ടൈമിലൊക്കെ. നാട്ടിലാണെങ്കിൽ ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരു ചേട്ടനൊക്കെ ഓപ്പോസിറ്റ് വരുവാണെങ്കിൽ പറയും, ഓ എടാ പെണ്ണാടാ മാറിക്കൊടുക്കുക, അങ്ങനെ പറയും. അപ്പോൾ നമുക്ക് കുറച്ച് ഗേൾസ് പ്രിവിലേജ് കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രിവിലേജസ് ഒന്നുമില്ല ഗേൾസ് എന്നുള്ള രീതിയിൽ. പക്ഷെ നമുക്ക് നല്ല ഇക്വാലിറ്റി ഒക്കെ ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇക്വാലിറ്റി ഉണ്ട്, കുറച്ചുകൂടി ആളുകൾ ലവബിൾ ആണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫാമിലി ബേസിലേക്ക് വരുമ്പോൾ ഇവിടെ ആണുങ്ങളാണ് കൂടുതൽ പണിയെടുക്കുന്നത്. നാട്ടിലാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ പെണ്ണുങ്ങൾ പുറത്തു പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ കൂടുതലും പെണ്ണുങ്ങളെക്കാളും കൂടുതൽ ആണുങ്ങളാണ്. രണ്ടുപേരും വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ കുക്കിങ്ങിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാനൊരു നാട്ടിലെ സിസ്റ്റർ ഫോളോ ചെയ്യുന്നതുകൊണ്ട്, പിന്നെ അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ട്രെയിൻഡ് ആണ്, മെൻ്റലി ഫിസിക്കലി ഒക്കെ വീട്ടിൽ പണിയെടുക്കാൻ വേണ്ടി കുഞ്ഞിനെ മുതൽ ട്രെയിൻഡ് ആയതുകൊണ്ട് നമുക്കത് പ്രശ്നമല്ല. പക്ഷെ എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയൊരു കാര്യമായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. ഒരു പ്രാവശ്യം എൻ്റെ കൊളീഗ് പറയുകയാണ്, എൻ്റെ ഹസ്ബൻഡാണ് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഷീ ടോൾ മീ ദാറ്റ് ആണുങ്ങളല്ലേ ഫുഡ് ഉണ്ടാക്കേണ്ടത്, കാരണം അവർക്കല്ലേ കൂടുതൽ ഫിസിക്കൽ ഹെൽത്ത് ഉള്ളത്. അല്ലെങ്കിൽ ആണുങ്ങളല്ലേ വീട്ടിലെ പണികൾ കൂടുതൽ ചെയ്യേണ്ടത്, അവർ ഭയങ്കര സ്ട്രോങ് അല്ലേ, സോ അവരല്ലേ ചെയ്യേണ്ടത്. അപ്പം ഞാൻ അവസ്ഥയാണല്ലോ, അവർ തന്നെയല്ലേ ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ബാൻഡായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, ആൽക്കഹോള്, അല്ലെങ്കിൽ ഇപ്പോൾ കൊച്ചുകുട്ടികൾ പ്രേമിക്കുക,
അതൊക്കെ ഇവിടെ ഒരു ഹൈസ്കൂളിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് ഒരു ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഇല്ലെങ്കിൽ അവന് വേറെ എന്തോ പ്രോബ്ലം ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരു പ്രേമങ്ങാനും ഉണ്ടെങ്കിൽ എന്താണല്ലോ ടീച്ചേഴ്സും എല്ലാവരും കൂടി കൂടിയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ബഹളമൊക്കെ അല്ലേ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്, അവരതിനെ കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യുകയും കൂടിയും ചെയ്യും. ഇപ്പം നാട്ടിൽ കുറച്ച് ഡിഫറെൻ്റ് ആയി തോന്നുന്നു അല്ലേ. ഇനി അങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ എനിക്ക് ഇവിടെയാണ് ഇപ്പോൾ കൂടുതൽ ഇഷ്ടം. സോ ഇവിടുത്തെ ലൈഫാണ് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് പോകുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നാട്ടിലേക്കാൾ. ഈവൻ ഒരു ഗവൺമെൻറ് ഓഫീസിലൊക്കെ പോവുകയാണെങ്കിലും കുറച്ചുകൂടി സുതാര്യമാണ് കാര്യങ്ങൾ, ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ നാട്ടിലെ പോലെ ഒരുപാട് ഇങ്ങനെ കോഴ കൊടുപ്പും കൈക്കൂലി കൊടുപ്പും അങ്ങനെയൊന്നുമില്ല. ഇവിടെ സ്കോട്ട്ലൻഡിൽ ലാസ്റ്റ് മിനിസ്റ്റർ ഔട്ടാകാൻ കാരണം 600,000 പൗണ്ടിൻ്റെ ഒരു അഴിമതി പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. അതായത് 6 കോടി രൂപയുടെ. പുള്ളിക്കാരുടെ സ്ഥലം തെറിച്ചു. പുള്ളിക്കാരിക്ക് ഇനി ഒരു പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. നമ്മുടെ നാട്ടിൽ 6 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി എത്ര കോടിക്കണക്കിന് രൂപയാണ് വെട്ടിക്കുന്നത്. ഇവിടെ അഴിമതിയുണ്ട്, പക്ഷെ അതിൻ്റെ ആ ഒരു ലിമിറ്റൊക്കെ വളരെ ലെസ്സാണ്. പിന്നെ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ് ഇവിടുത്തെ കാര്യങ്ങൾ. ആൻഡ് ഈക്വലി ആണുങ്ങൾക്ക് റെസ്പെക്റ്റ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ആണുങ്ങൾക്ക് എല്ലാ കുടുംബത്തിലെ എല്ലാ ഭാരങ്ങൾ കൂടി ആണുങ്ങളല്ല വഹിക്കുന്നത്, പെണ്ണുങ്ങൾ കൂടിയായിട്ടാണ്. അങ്ങനെ ഇറ്റ്സ് മോർ ഐ ഫീൽ എന്നെപ്പോലുള്ള ആളുകൾക്കൊക്കെ കുറച്ചുകൂടി ഇവിടെ കംഫോർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. എസ്പെഷ്യലി എന്നെപ്പോലുള്ള പെണ്ണുങ്ങൾക്ക് കുറച്ചുകൂടി ഇവിടെ ഇഷ്ടമാവും. ആണുങ്ങൾക്കാണെങ്കിൽ അവരുടെ ഒരു ബാഡ് പ്രിവിലേജ് നഷ്ടപ്പെടാനുള്ളൊരു ചാൻസ് ഉണ്ട്. നിങ്ങൾ ആണാണെന്ന് കരുതി ഇവിടെ യാതൊരുവിധ പ്രിവിലേജോ അല്ലെങ്കിൽ സ്റ്റാറ്റസോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ആണാണോ ഓക്കെ, പെണ്ണാണോ ഒരു ഡിഫറൻസും ഇല്ല. ആ ഒരു പ്രിവിലേജസ് ഇവിടെ ഇല്ല ആണാണെന്ന് കരുതിയിട്ട്. അത് നിങ്ങൾ ആണുങ്ങൾക്കൊരു നഷ്ടമായിരിക്കും. പക്ഷെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അടിപൊളിയാണ്. ഇതൊക്കെയാണ് എനിക്കിവിടെ വന്നിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ.